ബൊക്കേർ തോവ്, ഗുഡ് മോർണിംഗ് എന്നാണ് ഹീബ്രുവിൽ അതിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്ന പദം ഈ ഒരു വിഷിങ്ങിലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇന്നലെ നമ്മൾ കണ്ടു വയാർ എലോഹിം, ദൈവം കണ്ടു. എന്താണ് ദൈവം കണ്ടത്? ഏത്ത് ഹ ഓർ കി തോവ് എന്ന് പറഞ്ഞാൽ ദൈവം വെളിച്ചം നല്ലതാണെന്ന് കണ്ടു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്ന ഹീബ്രു പദമാണ് തോവ്. തോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്, ബ്യൂട്ടിഫുൾ, നല്ലത്, മനോഹരം. ദൈവത്തിന് എല്ലാത്തിലും നന്മ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിന് എല്ലാത്തിലും എല്ലാവരിലും നന്മ കാണുവാനായിട്ട് സാധിക്കുന്നത്? കാരണം ഗോഡ് ഈസ് ഗുഡ്, ദൈവം നല്ലതാണ്. നമുക്ക് മറ്റുള്ളവരിൽ നന്മ കാണുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവയിൽ നന്മ കാണുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മിൽ നന്മ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുപ്പി എന്ന പേരിൽ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ മറ്റുള്ളവർ വളരെ വേസ്റ്റായിട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളയുന്ന കുപ്പികൾ പിറക്കിയെടുത്ത് കഴുകി പെയിൻ്റ് അടിച്ച് വളരെ മനോഹരമാക്കി ഒത്തിരി വിലയ്ക്ക് വിൽക്കുന്നൊരു പെൺകുട്ടിയെ കാണുവാനായിട്ട് സാധിക്കും. എത്ര ചീത്ത വസ്തുവിലും ഒരു നന്മ കണ്ടെത്തുവാൻ കഴിയുന്ന, എത്ര ചീത്ത വ്യക്തികളിലും ഒരു നന്മ കണ്ടെത്തുവാൻ കഴിയുന്ന എത്രയോ പേരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവരിൽ നന്മ കണ്ടെത്തുന്ന നിമിഷത്തിൽ മറ്റുള്ളവർ പോലും അവരെ സ്വീകരിക്കുന്ന രീതിയിലേക്ക് അവരെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആദത്തിൻ്റെയും ഹവയുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഹവയെ ആദ്യമായിട്ട് കാണുന്ന ആദം പറയുന്നുണ്ട്, ഇവളെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്, ഇനി മുതൽ നീ നാരി എന്ന പേരിൽ അറിയപ്പെടും. ഈ ആദം തന്നെയാണ് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, നീ എനിക്ക് കൂട്ടുതന്ന സ്ത്രീ എന്നെ പറ്റിച്ചു. എന്താണല്ലേ? പലപ്പോഴും നമ്മളൊരു സുഹൃത്തിനെ സ്വീകരിക്കുന്നത് പോലും അവനിലുള്ള നന്മ മാത്രം കണ്ടിട്ടാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അവരിലെ തിന്മകളൊക്കെ കാണുവാനായിട്ട് തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തകർന്നു പോകാറുണ്ട്. ലവ് മാരേജ് ആയിക്കൊള്ളട്ടെ, അറേഞ്ച്ഡ് മാരേജ് ആയിക്കൊള്ളട്ടെ, പലപ്പോഴും നമ്മളൊരു യെസ് പറയുന്നത് അവരിലെ നന്മ മാത്രം കണ്ടിട്ടാണ്. പിന്നീടുള്ള ജീവിതത്തിൽ തിന്മകൾ കണ്ടു തുടങ്ങുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ വളരെ വലിയൊരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മിലെ നന്മ കുറയുമ്പോഴാണ് മറ്റുള്ളവരിൽ നമുക്ക് തിന്മ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മിലുള്ള നന്മ എപ്പോഴും വളർത്തുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കും മറ്റുള്ളവരിൽ നന്മ കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ദിനം നേരുന്നു.